നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കച്ചമുറുക്കി പ്രവാസി സംഘടനകൾ. വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമൊരുക്കിയാണ് തിരഞ്ഞെടുപ്പിന് പ്രവാസികളെ സജ്ജരാക്കുന്നത്. ഇൻകാസ്, ശക്തി തിയേറ്റേഴ്സ്, KMCC എന്നിവയാണ് ഇതിനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നിർദ്ദേശം നൽകിയുള്ള തിരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വിവിധ സംഘടനകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്തവർക്കും ഓൺലൈൻ അപേക്ഷ ചെയ്ത് പരിചയമില്ലാത്തവർക്കും നിശ്ചിത കേന്ദ്രങ്ങളിൽ എത്തിയാൽ സഹായം നൽകുകയാണ് ചെയ്യുന്നത്. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഇതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ പറഞ്ഞു. ശക്തി തിയേറ്റേഴ്സ് അബുദാബി കേരള സോഷ്യൽ സെന്ററിലാണ് ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരിക്കുന്നത്. ആവശ്യമുള്ളവർ മതിയായ രേഖകളുമായി എത്തിയാൽ ഓൺലൈൻ അപേക്ഷ തയ്യാറാക്കാൻ സഹായിക്കും. അബുദാബി ഇൻകാസ് മലയാളി സമാജത്തിൽ ഇതിനായി സൗകര്യമൊരുക്കുമെന്ന് പ്രസിഡന്റ് യേശുശീലൻ അറിയിച്ചു. IPF പ്രത്യേക സൗകര്യം ഒരുക്കുന്നില്ലെങ്കിലും ഓൺലൈൻ ക്യാമ്പയിൻ നടത്തി വരുന്നതായി പ്രസിഡന്റ് രഘു പറഞ്ഞു. പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ www.isdeelection.kerala.gov.in എന്ന വെബ്സൈറ്റ് ഹോം പേജിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറക്കുന്ന പേജിൽ ജില്ലാ, തദ്ദേശ സ്ഥാപനം, വാർഡ്, പോളിംഗ് സ്റ്റേഷൻ എന്നിവ നൽകിയാൽ വോട്ടർ പട്ടിക കാണാം. മറ്റൊരു വഴി കൂടിയുണ്ട്. തദ്ദേശ വോട്ടർ തിരിച്ചറിയൽ നമ്പർ കൈവശമുണ്ടെങ്കിൽ ഹോം പേജിലെ സെർച്ച് വോട്ടർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തിരിച്ചറിയൽ നമ്പർ നൽകുമ്പോൾ പേരും വാർഡും അടക്കമുള്ള വിശദാംശങ്ങൾ കാണാം. പ്രവാസികൾക്ക് പേര് ചേർക്കാൻ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചിട്ടില്ലാത്തവരുമായ പ്രവാസികൾക്ക് അപേക്ഷിക്കാം. കമ്മീഷന്റെ വെബ്സൈറ്റിലെ ഫോം 4A അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം അവയുടെ പ്രിന്റ് എടുത്ത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നേരിട്ടോ തപാലിലൂടെയോ അയക്കണം. പാസ്പോർട്ടിലെ മേൽവിലാസത്തിലെ വാർഡിലാണ് പേര് ഉൾപ്പെടുത്തുക. വർത്തമാനകാല പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ച് നല്ലതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിലുള്ള ആളുകൾക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കാം. ഇക്കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തി വരികയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ പോലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ വോട്ട് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പരിശോധിക്കുന്നതിനും ഇവിടെ സംവിധാനം ഉണ്ടാകും. പേരില്ലെങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യാനും അവസരമൊരുക്കും. അൻസാരി ശക്തി പ്രസിഡന്റ് പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.